നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ ജീവനക്കാരികൾ ഒളിവിലെന്ന് പോലീസ്. വിനീത, ദിവ്യ, രാധാകുമാരി എന്നീ ജീവനക്കാരെ അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം ഇവർ താമസിക്കുന്നിടത്ത് പോലീസ് പോയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് ഇവരോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല. ജീവനക്കാരെ ഇന്നലെയും കണ്ടെത്താനായിട്ടില്ലെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. അതേസമയം കേസ് ഫയലുകൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. ഇന്നലെ വൈകുന്നേരമാണ് DGP അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ നിൽക്കവെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കഴിഞ്ഞ ദിവസം തന്റെ സ്ഥാപനത്തിൽ നിന്ന് 3 ജീവനക്കാരികൾ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് കാണിച്ച് ദിയ പരാതി നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകളെന്ന് പോലീസ് കണ്ടെത്തി. ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ജീവനക്കാരികളാണ്. സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ QR കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നത്. ഈ പണം പിന്നീട് പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയിരുന്നതായും ജീവനക്കാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം ഇവർ എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ടെന്ന പരിശോധനയിലാണ് പോലീസ്. സ്ഥാപനത്തിലെത്തി സാധനങ്ങൾ വാങ്ങിയവരുടെ രജിസ്റ്റർ പോലീസ് ശേഖരിച്ചു. ഇതിൽ സാധനങ്ങൾ വാങ്ങിയവരുടെ പേരും ഫോൺ നമ്പറുമുണ്ട്. ഓരോരുത്തരെയായി പോലീസ് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ജീവനക്കാർ തട്ടിയെടുത്ത തുക ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് അയച്ചതിന്റെ ബാങ്ക് രേഖകൾ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം കൃഷ്ണകുമാർ തടങ്കലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും ജീവനക്കാരികളുടെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതേവരെ ശേഖരിച്ച CCTV ദൃശ്യങ്ങളും ജീവനക്കാർ ആരോപിക്കുന്ന തരത്തിൽ ബലപ്രയോഗം നടന്നതായി പോലീസിന് കണ്ടെത്താനായിട്ടില്ല.